സാങ്കേതിക സർവകലാശാലയിലേക്ക് SFI നടത്തുന്ന പ്രതിഷേധ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ നമ്മുടെ മുന്നിൽ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ VC-യുടെ സംഘപരിവാർ വൽക്കരണം, സുപ്രീം കോടതി നടപടികളെ പോലും വെല്ലുവിളിക്കുന്ന നീക്കങ്ങൾ, ഇതിനൊക്കെതിരെയാണ് ഇപ്പോൾ SFIയുടെ പ്രതിഷേധം. സ്ഥിരം VC വേണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ പോലീസിന്റെ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ക്യാമ്പസിൽ കടന്നിരിക്കുകയാണ് SFI പ്രവർത്തകർ. അവരിപ്പോൾ ക്യാമ്പസിന്റെ ഇടനാഴിയിൽ കുത്തിയിരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. VC-യെ കാണണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. വലിയ പ്രതിഷേധമാണ് അവിടെ ഇപ്പോൾ സാങ്കേതിക സർവകലാശാല ക്യാമ്പസിൽ അലയടിക്കുന്നത്. വിവരങ്ങളുമായി സുലേഖ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സുലേഖ, പോലീസിന്റെ ജലപീരങ്കിയും ബാരിക്കേഡും ഒക്കെ മറികടന്നുകൊണ്ട് SFIയുടെ പ്രവർത്തകർ ഇപ്പോൾ ക്യാമ്പസിലേക്ക് കടന്നിരിക്കുകയാണ്. VC-യെ കാണണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. സ്ഥിരം VC വേണം, സംഘപരിവാർ വൽക്കരണം അനുവദിക്കില്ല, സുപ്രീം കോടതി നടപടിയെ പോലും വെല്ലുവിളിക്കുന്ന നീക്കങ്ങൾ അവസാനിപ്പിക്കുക എന്നിങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് SFI നേതൃത്വം സാങ്കേതിക സർവകലാശാലയിൽ ഉന്നയിക്കുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധം തന്നെയാണ് KTUവിൽ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് 12:30യോടുകൂടിയാണ് ഇത്തരത്തിൽ SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ വിദ്യാർത്ഥി റാലിയോട് പ്രതിഷേധ മാർച്ചോടുകൂടി KTUവിലേക്ക് മാർച്ച് ആരംഭിച്ചത്. അതിനുശേഷം പോലീസിന്റെ ബാരിക്കേഡ് മറികടന്ന്, ജലപീരങ്കി മറികടന്ന് ഒരു വിഭാഗം വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി സംഘം തന്നെ KTUവിന് മുന്നിലേക്ക് എത്തുന്നു. KTUവിന്റെ കവാടം, തുറന്നിരുന്ന കവാടം അവർ തുറക്കുന്നു. അതിനുശേഷം ഇത്തരത്തിൽ SFI സംസ്ഥാന പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ ഈ വിദ്യാർത്ഥികൾ KTUവിലേക്ക്, സർവകലാശാല ആസ്ഥാനത്തേക്ക് കടന്നു വരികയായിരുന്നു. പിന്നീട് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് SFIയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ KTUവിന്റെ താഴെ ഭാഗത്ത്, അതായത് ഈ VC-യുടെ റൂമിലേക്ക് കടക്കുന്ന സ്റ്റെയർ ഉണ്ട്. ആ സ്റ്റെയറിന് താഴെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കുത്തിയിരുന്ന് സമരം ചെയ്യുന്നു. അതേസമയം ഇപ്പുറത്ത് മുകളിൽ VC-യുടെ മുറിക്ക് മുന്നിലായി ഇത്തരത്തിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ, അവിടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അവരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിന് തന്നെയാണ് KTU സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വിദ്യാർത്ഥികളുടെ മൗലികമായ അവകാശങ്ങൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ SFI ഈ വിദ്യാർത്ഥി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർവകലാശാലയിലെ കാവ്യവൽക്കരണം അത് നിർത്തലാക്കുക, അത് ഒഴിവാക്കുക എന്നത് തന്നെയാണ് ഈ വിദ്യാർത്ഥികളുടെ SFIയുടെ പ്രമുഖമായ ആവശ്യം, മുഖ്യമായ ആവശ്യം എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ സർക്കാർ പട്ടിക തള്ളിക്കൊണ്ട് ഇത്തരത്തിൽ സുപ്രീം കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഗവർണർ ഈ സാങ്കേതിക സർവകലാശാലയിൽ അടക്കം VC നിയമനം നടത്തിയത്, താൽക്കാലിക VC നിയമനം നടത്തിയത്. അതിനെതിരെ വലിയ പ്രതിഷേധം ആദ്യഘട്ടത്തിൽ തന്നെ SFIയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. SFI മാത്രമാണ് ഇതിൽ പ്രതിഷേധം അറിയിച്ചതെന്നുകൂടി നമ്മൾ പറയേണ്ടതുണ്ട്. എന്തായാലും അതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം KTUവിന് മുന്നിൽ നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഈ ബിടെക്കിലെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിനോട് ഇപ്പോൾ അവിടുന്ന് ആരോ സംസാരിക്കുന്നുണ്ടല്ലോ, അതാരാണ്? പോലീസ് ഉദ്യോഗസ്ഥരും മറ്റു ചിലരുമുണ്ടല്ലോ. മനു, കേൾക്കാം പറഞ്ഞോളൂ. മനു, എന്തായാലും മുകളിൽ ഇപ്പോൾ ശിവപ്രസാദ്, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദും സെക്രട്ടറി PS സഞ്ജീവ് അടക്കമുള്ള വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന ഘട്ടം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഇവിടെ താഴെ കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ്. ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞ VC-യെ കാണണം, VC-യുടെ ഇത്തരത്തിൽ KTUവിലുള്ള പ്രശ്നങ്ങൾ പറയണമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ പോലീസും ഇതിനൊപ്പം തന്നെ സർവകലാശാലയുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും തന്നെ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രത്തോളം വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് ഈ പ്രതിഷേധത്തെ ഒരണു പോലും കുറയ്ക്കാൻ ഈ പോലീസിനോ അല്ലെങ്കിൽ സർവകലാശാലയുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്കോ കഴിഞ്ഞിട്ടില്ല. അതിന്റെ 10 മടങ്ങ് എത്രത്തോളം ഇതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു, അതിന്റെ 10 മടങ്ങ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉയരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ KTUവിൽ നിന്ന് കാണാൻ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ പ്രതിഷേധം അത്
ഉയരുന്നുണ്ട്. അത് വിദ്യാർത്ഥികളുടെ മൗലികമായ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് SFI ഇത്തരത്തിൽ KTUവിലേക്ക് ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മാർച്ച് അത് SFI സംസ്ഥാന സെക്രട്ടറിയാണ് ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നത്. പക്ഷേ VCയെ കാണണം, VCയോട് തങ്ങളുടെ ആവശ്യങ്ങൾ പറയണമെന്നുള്ള മുഖ്യമായ ആവശ്യം അത് നടക്കാതെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ കഴിയില്ല എന്നത് തന്നെയാണ് വിദ്യാർത്ഥികൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും VCക്ക് മുന്നിൽ SFI സംസ്ഥാന പ്രസിഡന്റിന്റെയും സെക്രട്ടറിയും നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഈ VCയുടെ മുറിയിലേക്ക് പോകുന്ന താഴത്തെ ഭാഗം, സ്റ്റെയറിന്റെ ഭാഗം, അവിടെ വിദ്യാർത്ഥികൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. ഒരണ്ണു പോലും, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരണ്ണു പോലും വിട്ടുവീഴ്ച ചെയ്യാൻ വിദ്യാർത്ഥികൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. തങ്ങളുടെ അവകാശങ്ങൾ അത് നേടിയെടുക്കണം, ആരും ഇത്തരത്തിൽ ഔദാര്യമായി തരുന്നതല്ല, തങ്ങളുടെ അവകാശം അത് നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ബിടെക്കിന്റെ ഇയർ ബാക്ക് അത് പരിപൂർണമായും ഒഴിവാക്കുക, അതിനൊപ്പം തന്നെ സംഘപരിവാർ നിലപാട് സ്വീകരിക്കുന്ന RSS നിലപാട് സ്വീകരിക്കുന്ന VC അത് സർവകലാശാലകളിൽ പാടില്ല, ഈ VCയെ ഒഴിവാക്കണമെന്നത് SFI ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ പല സർവകലാശാലകളിൽ, കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, SFIയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ കണ്ടിരുന്നു. അതിന് തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ KTUവിലും ഇത്തരത്തിൽ SFIയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കാണുന്നത്. എന്തായാലും ഈ ഇയർ ബാക്ക് സംവിധാനം, അതിനൊപ്പം തന്നെ പരീക്ഷ നടത്തുക, സപ്ലിമെന്ററി പരീക്ഷകൾ അത് നടത്താനുണ്ട്, അത് നടത്താത്ത ഒരു സാഹചര്യം, അതിനൊപ്പം തന്നെ റിവാലുവേഷൻ റിസൾട്ട് വരാനുണ്ട്, അതൊന്നും വരാത്തൊരു സാഹചര്യം വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുന്ന, വലിയ രീതിയിൽ തന്നെ അത് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് SFI ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തയ്യാറായിട്ടുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് SFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കാത്ത രീതിയിൽ. ശരി, ഏതായാലും സുലേഖ, നമുക്ക് അല്പസമയത്തിനകം തിരികെ വരാം. ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിൽ SFI പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇത്രയും സമയം അവിടെ നിന്ന് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്, ഒപ്പം തന്നെ പ്രസിഡന്റ് M ശിവപ്രസാദ് എല്ലാവരും ഇപ്പോൾ ക്യാമ്പസിലുണ്ട്. പോലീസിന്റെ ബാരിക്കേഡും ജലവൈരംഗയും ഒക്കെ മറികടന്നുകൊണ്ട് പ്രവർത്തകർ ക്യാമ്പസിനുള്ളിലേക്ക് കടന്നിരിക്കുന്നു. അവർ സർവകലാശാലയുടെ ഇടനാഴികളിൽ കുത്തിയിരിക്കുകയാണ്. VCയെ കാണാതെ പോകുന്നില്ല എന്നവർ പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒന്ന്, സംഘപരിവാർ വൽക്കരണം അവസാനിപ്പിക്കുക. സുപ്രീം കോടതി നടപടിയെ പോലും വെല്ലുവിളിക്കുകയാണ് ചാൻസലറും VCയും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന് SFI നിലപാട് സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ സ്ഥിരം VC വേണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ വളരെ ഗൗരവതരമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിൽ SFIയുടെ സമരം, പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് നമ്മൾ കണ്ടത്.